ഈ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. മാനന്തവാടിക്കടുത്ത് പായോട് എന്ന് പറയുന്ന സ്ഥലത്ത് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒറ്റയാൻ ഇറങ്ങിയിരിക്കുകയാണ്. കർണാടക വനമേഖലയിൽ നിന്നെത്തിയ ആനയാണ് ഇതെന്നാണ് പ്രാഥമികമായുള്ള നിഗമനം. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. റേഡിയോ കോളർ കമലുണ്ട് വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം. കമൽ, ഈ ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണോ? ആന ഇപ്പോഴും ജനവാസ മേഖലയിലാണുള്ളത്. മാനന്തവാടി ടൗണിനടുത്ത് KSRTC ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ആനയുള്ളത്. ആന ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് വനത്തിലേക്ക് എത്തിക്കാനാണ് വനംവകുപ്പിന്റെയും പോലീസിന്റെയും ശ്രമം. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇത് കഴുത്തിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ നിന്ന് ഏതോ കാരണത്താൽ പിടികൂടി വീണ്ടും വനത്തിൽ വിട്ടയച്ച ആനയാണെന്നാണ് കരുതുന്നത്. വയനാട്ടിൽ അങ്ങനെ ഒരു ആനയെ പിടികൂടി റേഡിയോ കോളർ ചെയ്തിട്ടില്ല. കർണാടകയിലെ നാഗർഹോളെ വന്യജീവി സങ്കേതത്തിൽ നിന്ന് എത്തിയെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ആനയെ കാട് കയറ്റാനുള്ള നടപടികളൊക്കെ തുടരുകയാണോ കമൽ? വനം ഉദ്യോഗസ്ഥരും പോലീസും പുലർച്ചെ മുതൽ തന്നെ ആനയോടൊപ്പമുണ്ട്, ആനയുടെ പിന്നാലെയുണ്ട്. ആന ആദ്യം ഒരു ശ്മശാനത്തിലാണ് നിലയുറപ്പിച്ചിരുന്നത്. ഇപ്പോൾ എന്തായാലും ആന നീങ്ങുന്നുണ്ട്, തുടർച്ചയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വനത്തിനടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. അപ്പോൾ ഈ ജനവാസ മേഖലയിലെ മറ്റ് ഈ അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങളൊന്നും ആന ഉണ്ടാക്കുന്നില്ല, ആന വെറുതെ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്, അങ്ങനെയാണോ? ഇതുവരെ അത്തരത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊന്നും ആന ഉണ്ടാക്കിയിട്ടില്ല. ആന നടന്നു നീങ്ങുക തന്നെയാണ്. രാവിലെ പായോട്, മാനന്തവാടി ഗവൺമെന്റ് കോളേജിനടുത്തുള്ള പായോട് എന്ന സ്ഥലത്താണ് ആനയെ കാണുന്നത്. പാലുമായി പോയ ക്ഷീരകർഷകരൊക്കെയാണ് ആദ്യം ആനയെ കണ്ടത്. പിന്നീട് ആന അവിടെ നിന്ന് ഒരു കുന്നിൻ മുകളിലെ ശ്മശാനത്തിലേക്ക് കയറി. അവിടെ നിന്ന് ഇപ്പോൾ വീണ്ടും റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. പൂർണ്ണമായും ജനവാസ മേഖലയാണ്, പക്ഷേ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകുന്നുണ്ട്. മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വനത്തിലേക്ക് വലിയ ദൂരമില്ല, പക്ഷേ ഇടയിലുള്ളതൊക്കെ നഗരപ്രദേശവും ജനവാസ മേഖലയുമാണ് എന്നത് മാത്രമാണ് വെല്ലുവിളി. അധികം ദൂരമില്ലാതെ തന്നെ വനത്തിലേക്ക് എത്തിക്കാൻ കഴിയും, പക്ഷേ ഈ ജനവാസ മേഖലകൾ കടന്നു കിട്ടും. ശരി കമൽ, അപ്പോൾ എന്താണെങ്കിലും വയനാട്ടിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാനന്തവാടിയിലെ പായോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒറ്റയാൻ ഇറങ്ങിയിരിക്കുന്നത്. പ്രദേശത്ത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലെങ്കിൽ കൂടി ആനയെ കാടുകയറ്റാനുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നു. വനംവകുപ്പും പോലീസും എത്തിയാണ് ആനയെ കാടുകയറ്റാനുള്ള നടപടികളിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ വയനാടുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ആന ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതും കരടി ഇറങ്ങുന്നതും ഒക്കെ കൊണ്ട് അവർക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്.